ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രഭാഷണം രാമായണ മഹിമയും ഗുരുദർശന ഗരിമയും. പ്രഭാഷക ആചാര്യ ശ്രീമതി സുലേഖ ടീച്ചർ പൂത്തോട്ട. ഭാഗം 5. എന്ത് നല്ല നിർവചന. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം? ഞാൻ എന്നെ പോലെ ദുഃഖമുള്ളവർ ഈ ലോകത്ത് ആരുമില്ല. എന്തെല്ലാം ദുഃഖങ്ങളാ എനിക്ക്. ഇതൊക്കെ കർമ്മക്കെട്ടുകളായിട്ട് ശരീരത്തിൽ വെച്ചിട്ടുണ്ട്. അത് ഒരു ക്ഷേത്രത്തിലും പോയാൽ ആർക്കും എടുക്കാൻ പറ്റില്ല. കാരണം അത് നീ കൊണ്ടുവന്നതാ. ഇനിയെങ്കിലും നീ സത്യം അറിഞ്ഞ് ആ കർമ്മക്കെട്ടിന്റെ ഭാരം ഒന്ന് കുറയ്ക്കും. അതാ വേണ്ടത്. അല്ലാതെ ഏതൊക്കെ വീട്ടിലെ സമ്പാദ്യം മുഴുവൻ കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ കൊണ്ട് വെച്ചാലും ഒന്നും നിന്റെ കർമ്മക്കെട്ട് തീരില്ല. അത് നീ സത്യം അറിഞ്ഞ് അനുഭവിച്ചു തന്നെ തീരണം. നിന്റെ ശരീരം മൗൾഡ് ചെയ്തപ്പോൾ അതിനകത്ത് ചേർത്ത് വെച്ചത് നീ അനുഭവിച്ചേ പറ്റൂ. അത് ഭക്തിക്ക് വേണ്ടി ആരും ഓടി നടക്കണ്ട. ഉള്ളു തെളിയാൻ വേണ്ടി മാത്രം ഓടി നടന്നാൽ മതി. അതാണ് അറിയേണ്ടത്. എന്നിട്ട് പിന്നെ പറയാ, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കിൽ നീ. അല്ലയോ ലക്ഷ്മണകുമാര, ഈ കാണുന്ന കൊട്ടാരവും സുഖസൗകര്യങ്ങളും ഭംഗിയുള്ള ശരീരവും ഇതെല്ലാം ക്ഷണനേരത്തേക്കുള്ളൂ. ഈ ആയുസ്സും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. നീ ഇതൊക്കെ ഒന്ന് അറിയൂ. എന്നിട്ട് പറയാ, വന്യസന്തപ്ത ലോഹസ്താംബു ബിന്ദുനാ സന്നിവം മർത്യജന്മം ക്ഷണഭംഗുരം. അതായത് ഒരു ചുട്ടുപഴുത്ത ലോഹത്തകടിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് ആ വെള്ളം അങ്ങ് അപ്രത്യക്ഷമായി പോകും. ചെറിയ ശബ്ദം കേൾക്കും. അത്രയേ ഉള്ളൂ മനുഷ്യജന്മം ഇവിടെ. നീ എന്തിനാണ് ഈ കൊട്ടാര സുഖങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വാശി പിടിക്കുന്നത്? രാമനിഷ്ടം കാടാട്ടോ. കാരണം ശാന്തവും സ്വസ്ഥവുമായിരിക്കാം. പക്ഷേ ലക്ഷ്മണകുമാരൻ സത്യം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സുഖഭോഗങ്ങളോട് കൂടുതൽ ആസക്തിയാ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ഓരോരോ ഉദാഹരണങ്ങൾ പറയാ. ശരീരം അല്ലെ, മണ്ണിനുമീതെ കൃമികളായി പോയിടിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. നിന്റെ ഈ ശരീരം ഉണ്ടല്ലോ, ഈ എന്താ പറയാ, ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോയിടിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനുമീതെ കൃമികളായി പോയിടിലാം. നമ്മുടെ ശരീരം കൃമി ശരീരമായിട്ട് മാറും. കൃമി തിന്നു വരുമ്പോ നമ്മുടെ ശരീരം കൃമിയുടെ ശരീരമായിട്ട് മാറില്ലേ? ഈ ഭംഗിയായിട്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ഈ തൊലി, എലുമ്പും എണ്ണമറ്റ അന്തക്കലകളുള്ള ഈ സാധനം ഉണ്ടല്ലോ, വെറും ഒരു മാംസപിണ്ഡവാ. അതിനകത്തൊരു ചൈതന്യം ഇരിപ്പുണ്ട്. ആ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഊർജ്ജസ്വലരായി ഇരിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ അറിയാത്തത്? എന്തുകൊണ്ടാ ലക്ഷ്മണ നീ അറിയാത്തത്? എന്നിട്ട് പറയാ, പന്തർ പെരുവഴിയമ്പലം തന്നിലെ തന്തരായി കൂടി വിയോഗം വരും പോലെ, നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. നീ വീടിനും കൊട്ടാരത്തിനും വേണ്ടിയിട്ടല്ലേ തല്ലു പിടിക്കണേ? ഒരു പെരുവഴി അമ്പലത്തില് ഒരുമിച്ച് കൂടി കുറെ ആളുകൾ റെസ്റ്റ് ചെയ്യാനിരുന്നിട്ട് പല വഴിയിലേക്ക് പിരിഞ്ഞു പോകുന്നു. നമ്മുടെയൊക്കെ വീട് നോക്കിക്കേ, പല സമയങ്ങളായിട്ട് വന്നവരാ. ഒരുമിച്ച് വന്നവരാണോ? മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ പല സമയത്ത് വന്നവരാ. നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഇവരൊക്കെ ഒരുമിച്ചിരിക്കുന്ന? പല സമയങ്ങളായി പിരിഞ്ഞു പോവുകയും ചെയ്യും. അവസാന നിമിഷം വരെ നമ്മള് മുറുകെ പിടിച്ചോണ്ടിരിക്കും. ഇതൊന്നും പോകില്ല. അപ്പുറത്തെ വീട്ടിലല്ലേ മരണം, എന്റെ വീട്ടിൽ മരണം വരില്ല. അപ്പുറത്തവർക്കല്ലേ രോഗം, എനിക്ക് രോഗം വരില്ല. പക്ഷെ ഇതെല്ലാവർക്കും വരും. ഒരു വയനാട് എന്ന ദേശത്തിലെ ഒരു ചെറിയ ഒന്ന് നേരം പുലർന്ന് എഴുന്നേറ്റപ്പോ വല്ലം കണ്ടോ? കുറച്ച് മണ്ണും കട്ടും കല്ലേ മാത്രം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കിൽ നീ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ ഓരോരോ തത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം പിന്നെയും പറയാ, ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാമ വിദ്യയാകുന്നതും, ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹീന രാജ്യം നശിപ്പിപ്പതിന്നു നീ മാനസതാരിൽ വിചാരിച്ചതേതുമേ ജ്ഞാനമില്ലായെന്നറിയുക നീ ലക്ഷ്മണ. നീ എന്തിനാ ഈ അയോധ്യയൊക്കെ നീ ഇപ്പൊ ചുട്ടുകരിപ്പിക്കാൻ പോയതല്ലേ? അച്ഛനെ പിടിച്ചു കെട്ടാൻ പോയി. അച്ഛനോടൊക്കെ അങ്ങനെ പറയാൻ പറ്റുന്നതാണോ?
അല്ല. പക്ഷെ നീ നിനക്ക് നിന്റെ ഞാൻ രാജാവാകുമ്പോൾ അതിന്റെ തണലിൽ നിനക്ക് സുഖസുന്ദരമായി ഇവിടെ ജീവിക്കണം, സുഖഭോഗങ്ങൾ അനുഭവിക്കണം. ആ ശരീരത്തിന് കിട്ടുന്ന സുഖം കാട്ടിപ്പോയാൽ നഷ്ടപ്പെടും. ഞാൻ ശരീരമാണ് എന്നുള്ള ബോധം കൊണ്ടല്ലേ നീ ഏറ്റവും പ്രബലമായതുകൊണ്ടല്ലേ, നിന്റെ സുഖം നഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ നീ ഇവിടെയൊക്കെ ചുട്ടുകരിക്കാൻ തയ്യാറായത്? അറിവില്ലായ്മ കൊണ്ടല്ലേ കുമാര? ചോദിക്കുക. ഗുരു നമ്മളോട് പറഞ്ഞു തന്നു, നാം ശരീരമല്ല അറിവാകുന്നു. എവിടെ പറഞ്ഞു അന്ന്? ഗദ്യപ്രാർത്ഥന എവിടെ വെച്ചാ രചിച്ചേ? അങ്ങ് തിരുവനന്തപുരം ജില്ലയില് കുളത്തൂർ എന്ന സ്ഥലത്ത് കോലത്തുകര എന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ ഗുരു ഒരു ഭദ്രകാളി വിഗ്രഹത്തെയൊക്കെ അങ്ങ് ഇളക്കി മാറ്റി അത് അധമാരാധനയൊക്കെ ചെയ്തിരുന്നു. അവിടെ കോഴിവെട്ടും അതുപോലെ കുരുതിയൊക്കെ നടന്നിരുന്നു, രക്തകുരുതിയൊക്കെ. ആ ഭദ്രകാളി വിഗ്രഹത്തെ തൊടണമെങ്കിൽ ഒരു നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് പറ്റുമോ വിഗ്രഹത്തെ തൊടാൻ? അത് കാലങ്ങളായി ആരാധന ചെയ്തിരുന്ന വിഗ്രഹമാണ് അവിടുത്തെ. ഒരു ഇളക്കിയെടുത്തു. ദൈവം മനുഷ്യരൂപത്തിൽ വന്ന ആ പരമ്പൊരുളിനെ അറിയാം ദൈവം ആരാണെന്ന്. ഇളക്കിയെടുത്തിട്ടങ്ങ് മാറ്റി വെച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒരു വിളക്ക് പോലും ഇവൾക്ക് കത്തിക്കണ്ട. എന്നിട്ട് മനോഹരമായ ശിവലിംഗം പ്രതിഷ്ഠിച്ചു കൊടുത്തു. കോലതിരേശ സ്തവം എന്ന മനോഹരമായ ശിവസ്തുതിപരമായ കൃതി എഴുതി വെച്ചു. ചൊല്ലിയിട്ടുണ്ടോ കോലതിരേശ സ്തവം? ഇല്ല. ഈശ്വര, ഇനി അതൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് അതൊന്ന് ചൊല്ലണം കേട്ടോ. സത്യമായിട്ടും വേണം. നമുക്ക് നമ്മൾ ചൊല്ലിയാൽ പിന്നെ നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഈലോചനമാതിന്ദ്രിയം ഏതെങ്കിലും ഒന്നിങ്ങ് ആലോചന കൂടാതെ അബദ്ധത്തിങ്കലണഞ്ഞാൽ ആലാക്കിലുടൻ സന്മതി തോന്നിക്കുകനിക്ക് കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനേ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിച്ചു കൊടുത്താല് ലഹരി വസ്തുക്കൾ വെച്ചിട്ട് വാ വാന്ന് വിളിക്കുമ്പോ എന്ത് പറയും? ഈ ലോചനമാതിന്ദ്രിയം ഏതെങ്കിലും ഒന്നിങ്ങ് ആലോചന കൂടാതെ അപഥം തെറ്റായ മാർഗത്തിലൂടെ പോയാൽ ആ ലാക്കിലുടൻ സന്മതി തോന്നിക്കുകനിക്കൻ. എത്ര മനോഹരാന്നറിയോ? അതില് ഗുരുവിന്റെ വിഗ്രഹ പ്രതിഷ്ഠ എന്തിനാണ് എന്ന തത്വം വെളിവാക്കിയിട്ടുണ്ട് കോലതിരേശ സ്തവത്തില്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഗദ്യപ്രാർത്ഥന ഇപ്പോ എല്ലാം കഴിഞ്ഞു, വിഗ്രഹ പ്രതിഷ്ഠ കഴിഞ്ഞു. കുമാരനാശാൻ സമസ്യ കൊടുത്തു. കുമാരനാശാൻ സമസ്യ പൂരിപ്പിച്ചു. കവിയായി അവിടെ വെച്ച് ഡിക്ലെയർ ചെയ്ത സമയം കണ്ടെടുക്കുക. വിഗ്രഹ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ ഒരു സമസ്യ കൊടുത്തു ഗുരു. കോലത്തുകര കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധിയെ, അതായത് കോലത്തുകരയിൽ ഇരിക്കുന്ന ആ ചന്ദ്രക്കല ചൂടിയ ശിവഭഗവാനെ എന്നാണ് അർത്ഥം. 2 വരി എഴുതി സമസ്യ പൂരിപ്പിക്കണം. വേഗം കുമാരനാശാനെ ലക്ഷ്യം വെച്ച് തന്നെയാ ഗുരു വേഗം വന്നിട്ട് പറഞ്ഞു, കാലൻ കനിവറ്റു കൊടുത്തു വിടുന്ന ഓലപ്പടി എന്നെ അയക്കരുതേ. 16 വയസ്സാണ് ജാതകത്തിൽ ആയുസ് പറഞ്ഞിരിക്കുന്നത്. എന്നെ ആ ഒരു കഴിവുമില്ലാതെ കാലം കൊടുത്തു വിടുന്ന ഓലപ്പടി അനുസരിച്ച് എന്നെ അങ്ങ് അയച്ചേക്കല്ലേ ഭഗവാനെ. പിടിച്ചെടുത്തു ആയുസ്. 10 എത്ര വയസ്സ് വരെ പിന്നെ അത് കഴിഞ്ഞ് കുമാരനാശാൻ ജീവിച്ചു. ആലോചിച്ച് നോക്കൂ. അങ്ങനെ കുമാരനാശാനെ കണ്ടെത്തി ഗുരു ഇങ്ങനെ ആൽത്തറയിലിരുന്ന് അവിടെ വിശ്രമിക്കുക. ദീപാരാധനയൊക്കെ കഴിഞ്ഞ് 3 ആളുകളുണ്ട് അവിടെ. ഞാൻ എപ്പോഴും തിരുവുത്സവത്തിന്, കോലത്തിലെ തിരുവാതിര മഹോത്സവം ആയിരങ്ങൾ പങ്കെടുക്കുന്ന വേദിയാണ്. ഇപ്പോ 1 ലക്ഷം പേരോളം ഒക്കെയാണ് ശിവരാത്രിക്ക് ബലിയിടാൻ വരുന്നത്. പുണ്യക്ഷേത്രം, വലിയ ക്ഷേത്ര, ലോകത്തിൽ ആദ്യമായി ഗുരുദേവനെ ആരാധന ചെയ്ത ക്ഷേത്രം കോലത്തുകര. ആരാധ്യനതോർത്തിയിടുകൾ ഞങ്ങൾക്കവിടുന്ന നാരായണമൂർത്തേ, ഗുരു നാരായണമൂർത്തേ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഗുരു സശരീരനായിരിക്കുമ്പോൾ ഗുരുവിനെ നോക്കി വരച്ച ചിത്രം പ്രതിഷ്ഠിച്ച് ആരാധന ചെയ്യുന്ന ക്ഷേത്രമാണ് കോലത്തുകര. അവിടെ ഇങ്ങനെ ഇരിക്കപ്പോൾ ഒരു മുതലാളിയുണ്ട്, രാമൻ മുതലാളി. നല്ല സമ്പന്നന, നല്ല ജ്ഞാനിയ. മുതലാളി വന്നിട്ട് പറഞ്ഞു, സ്വാമി, എനിക്ക് ഈ ഈശ്വര ഭക്തിയിലും വിഗ്രഹ ആരാധനയിലൊന്നും ഒരു താല്പര്യമില്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന രചിച്ചു തരൂ സ്വാമി. ഗുരുവിൽ എനിക്ക് വിശ്വാസമാണ്, ഈശ്വരനിൽ വിശ്വാസമില്ല. അപ്പോ ഗുരു പറയുകയാണ്, എഴുതി തരാലോ.
ഗുരു ഒരു കൃതി എഴുതി, കാണപ്പെടുന്നതൊക്കെയും ഒരു പേപ്പർ എടുത്ത് ഗുരു രചിക്കുക. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകും. അങ്ങനെ പോയി ഇങ്ങനെ വന്നിട്ട് ഓരോ കാര്യങ്ങളും അതിലൂടെ പറഞ്ഞു ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, നാം ശരീരമല്ല അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇതിന്റെ അർത്ഥം എന്താ? നാം ശരീരമല്ല അറിവാകുന്നു. എന്താ ഇതിന്റെ അർത്ഥം? എല്ലാവരും പറഞ്ഞു നടക്കും. ദാ ഗുരു പറഞ്ഞിട്ടുണ്ട്, ഗുരു ശരീരമല്ല അറിവാണ്. അറിവെന്ന് പറഞ്ഞ ബോധം, ആത്മാവ്. നടരാജഗുരുവിന്റെ വാക്കുകളാ. അതായത് പാശ്ചാത്യ തത്വചിന്തയിലെ അറിവിന്റെ പ്രാമാണികതയെ പറയുന്ന ഒരു മേഖലയുണ്ട്. അത് വെസ്റ്റേൺ ഫിലോസഫിയിലാണ് ഉള്ളത്. അറിവിന്റെ, നോളജിന്റെ പ്രാമാണികതയെ പറഞ്ഞു വെക്കുന്ന ഒരു സൂക്ഷ്മമായ മേഖലയുണ്ട്. എപ്പിസ്റ്റമോളജി എന്നാ പറയാ. അതിന് എപ്പിസ്റ്റമോളജി, അറിവിനെ സംബന്ധിച്ച ശാസ്ത്രീയമായ പഠനം നടത്തും. പക്ഷേ ഇന്ന് വരെ ലോകത്തിൽ ഒരു ആചാര്യനും അറിവിന്റെ സ്വരൂപഘടനയെ കുറിച്ച് അവസാനമായ വാക്ക് പറഞ്ഞിട്ടില്ല. ഇതാണ് അറിവെന്ന് പറഞ്ഞിട്ടില്ല. കലിയുഗത്തിൽ അവതരിച്ച ശ്രീനാരായണ ഗുരുദേവൻ അറിവ് എന്ന കൃതിയിലൂടെ 15 ശ്ലോകങ്ങളുള്ള അറിവ് എന്ന കൃതിയിലൂടെ ഓരോ വരിയിലും അറിവ് 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 എന്ന് വെച്ചുകൊണ്ട് ഈ എപ്പിസ്റ്റമോളജി നമുക്ക് പറഞ്ഞു തന്നു. ഇത് പറഞ്ഞത് നടരാജഗുരുവാണ്. ആലോചിച്ച് നോക്കൂ. അറിവിനെ ശാസ്ത്രീയമായി നിർവചിച്ച ഋഷീശ്വരനാണ് ഗുരു. അറിവാണ് ഈശ്വരൻ, ബോധമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു തന്ന ഋഷീശ്വരനാണ് ഗുരു. അപ്പോ നാം ശരീരമല്ല അറിവാണ് എന്ന് പറഞ്ഞ ഗുരു ശരീരമല്ല അറിവാണ്, ഗുരു ദൈവമാണ്, നമ്മളൊക്കെ ശരീരമാണെന്നാണോ അതിന്റെ അർത്ഥം? ശരിക്കും ഗുരുവിന്റെ കൃതികൾ അറിഞ്ഞു വ്യാഖ്യാനിക്കാത്തവർ അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഗുരു ഒരിക്കലും ഏകവചനത്തിൽ ഒന്നും പറയില്ല. നാം എന്ന് പറഞ്ഞ എന്താ? വി ഓൾ, നമ്മളെല്ലാവരും. ശരീരമല്ല, ശരീരത്തിനപ്പുറം എന്താ? ബോധമാണ്, അറിവാണ്. ഗുരുവായൂരപ്പനെ കാണാൻ പോണത് ആരാ? ബോധമാണ്. നിനക്ക് ബോധമുണ്ടെങ്കിൽ മാത്രമേ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റൂ. ബോധമുണ്ടെങ്കിൽ മാത്രമേ ഗണപതിയെ കാണാൻ പറ്റൂ. ആദ്യം ഉണ്ടായത് നിന്റെ ബോധമല്ലേ? ആ ബോധത്തിലല്ലേ ഗുരുവായൂരപ്പനെ കണ്ടത്? ആണോ? ആണ്. അറിവാണ് ഈശ്വരൻ, അറിവാണ് ഈശ്വരൻ. അതാണ് ഗുരു നമ്മൾ പഠിപ്പിച്ചത്. ഗുരു നല്ല യുക്തി ചിന്ത ചെയ്യണമെന്ന് പറഞ്ഞു. വെറുതെ ഇതൊന്നും നിങ്ങൾ പഠിക്കണ്ട, യുക്തിയോടെ ചിന്ത ചെയ്യൂ. എന്തൊക്കെ ഭക്തി കോപ്രായങ്ങളാ കാട്ടിക്കൂട്ടുന്നത്, എന്തൊക്കെ ഭക്തി. അപ്പൊ പോലെ അവനവന്റെ ഉള്ളിലേക്ക് കണ്ണടച്ച് ആ ചൈതന്യത്തെ ഒന്ന് തെളിയിക്കാനുള്ള അറിവില്ലാതെ പോയല്ലോ എന്ന്. ഗുരുവായൂർ ഇങ്ങനെ പോകുമ്പോ ഇവരൊക്കെ ഉള്ളിൽ കയറുമ്പോ ഇങ്ങനെ പുറത്തൊക്കെ ഇരുന്നുകൊണ്ട് ഞാൻ ഭഗവാന്റെ നടയിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരെയും ഇങ്ങനെ വീക്ഷണം ചെയ്യും. ഭക്തിയുടെ ആ ഒരു പ്രകടനങ്ങളെല്ലാം നന്നായി ഇങ്ങനെ നോക്കാറുണ്ട്. അപ്പൊ നോക്കുമ്പോ നമുക്കറിയാം, ഉള്ളിലേക്ക് നോക്കുന്ന മനുഷ്യരെ നമുക്ക് ആർക്കും കാണാനില്ല. ഒന്നുമില്ലെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ട് താ ഭഗവാനെ യാചിക്ക, ഇറക്കാനാ പോണ ക്ഷേത്രത്തില്? ആണോ? അല്ല, തെളിയിക്കാനാ പോണ്ടത്. ഉള്ളിലെ ചൈതന്യത്തെ തെളിയിക്കാനാണ് ക്ഷേത്രത്തിൽ പോകേണ്ടത്. ഇത് നമ്മളെ ഗുരു പഠിപ്പിച്ചതാ. ഗുരു പറഞ്ഞു, നാം ശരീരമല്ല അറിവാകുന്നു. നമ്മുടെ ഈ ശരീരം ഈ മൈക്കെന്ന് പറഞ്ഞ ഈ പുറത്ത് സാധനമാണോ? ഇതിന്റെ ഉള്ളിൽ സൂക്ഷ്മമായി അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തിയില്ലേ? അതിനെയാണ് ബോധം, അറിവെന്ന് പറയുക. അപ്പോൾ പറയാണ്, ഈ ശരീരം എന്ന ഫ്രെയിമിനപ്പുറം ആ ഒരു ബോധമുള്ള ചൈതന്യമുണ്ട് എന്ന് ഗുരു നമ്മെ പഠിപ്പിക്കുക. ഈ ശരീരം നീർക്കുമിള പോലെ നിലയേറ്റതാകുന്നു എന്ന് ഗുരു പറഞ്ഞതല്ലേ? ഒരു നീർക്കുമിള പോലെ നിലയേറ്റ ഈ ശരീരമാണ്. ഇത് ശരീരത്തിനപ്പുറം ബോധമുണ്ട്. നാം ഓരോരുത്തരും അറിവാണ്, ബോധമാണ് എന്ന് ഗുരു നമ്മെ പറഞ്ഞു തന്നു. ദേഹത്തിലുണ്ടറിഞ്ഞിടു പാമ്പേ, പാമ്പാട്ടിപ്പാട്ടൊന്നും അല്ല കേട്ടോ. നമ്മുടെ ശരീരത്തിലൂടെ ഓടുന്ന കുണ്ടലിനി പ്രാണനെയാണ് ഗുരു പറഞ്ഞു തരുന്നത്. ആടു പാമ്പേ പൂനം തേടു പാമ്പേ അരുളാനന്ദ കൂത്തുകണ്ട പാമ്പേ വെണ്ണീറണിഞ്ഞു വിളങ്ങും തിരുമേനി കണ്ണീരൊഴുക കണ്ടാടു പാമ്പേ. ഈ കുണ്ടലിനിയോട് നൃത്തം വെച്ച് നീ അങ്ങ് മുന്നേറിയിട്ട് ആ ചൈതന്യത്തെ ഒന്ന് തെളിച്ചു താന്നോ പറഞ്ഞു.
ലോകം കണ്ടതിൽ വെച്ച് പരമ്പൊരുളായ പരമസത്യത്തെ അറിഞ്ഞ് പരമസത്യമായി മാറിയ മഹാഗുരുവിന്റെ വാക്കുകളൊക്കെയാണ് നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് വിചാരം ചെയ്യുന്നത്. രാമനും അതുപോലെ പരമ്പൊരുള. അതാണ് രാമൻ സത്യം അറിഞ്ഞതുകൊണ്ട് രാമൻ പറയാ, ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസദാരിൽ വിചാരിച്ചതേതുമേ ജ്ഞാനമില്ലായികന്നറിയുക നീ ലക്ഷ്മണ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് പിന്നെ പറയാ, രാഗാദി സംയുക്തമായുള്ള സംസാരം ആകെ നിരൂപിപ്പിൽ സ്വപ്നതുല്യം സഖേ. രാമൻ പറയാ ഗുരുദർശനത്തിൽ ഇത് എവിടെ നമുക്ക് പറയാം? ഗുരുവിന്റെ കൃതികൾ എടുത്ത് മാറ്റി അങ്ങ് വെച്ചിട്ട് രാമായണമൊക്കെ പുണ്യമായി എടുത്ത് വെച്ചിട്ട് പൂജിച്ച് അതിലേക്ക് വെക്കുമ്പോൾ എല്ലാത്തിന്റെയും സത്തെടുത്ത് ഭഗവാൻ തന്നിരിക്കുന്ന 64 കൃതികൾ, എന്റെ പൊന്നു ഭഗവാനെ, ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് പൊറുക്കണേ ഭഗവാനെ. വേദം വായിക്കാൻ കഴിയില്ലാത്ത നമുക്ക് ഈശാവാസ്യ ഉപനിഷത്ത് മലയാളത്തിൽ എഴുതി തന്നു ഭഗവാൻ. തിരുവള്ളുവരുടെ തിരുക്കുറൾ എന്ന വേദസാഹിത്യം മലയാളത്തിൽ കുറൾ തന്നു. അതുപോലെ വേദത്തെ 24 സൂത്രങ്ങളാക്കി ബ്രഹ്മസൂത്രം വ്യാസൻ രചിച്ചതുപോലെ വേദാന്ത സൂത്രം രചിച്ചു തന്നു ഭഗവാൻ. നമ്മൾ ആരും ഒരു തിരുകണ്ണുകൊണ്ടെങ്കിലും കണ്ടതില്ലേ? ഓരോരുത്തരും ചിന്തിക്കൂ. ഓരോരുത്തരും അവനവന്റെ ഉള്ളിൽ കൈവച്ചുകൊണ്ട് പറയൂ, ഈ ഗുരു ഞങ്ങളുടെ അകത്ത് ഗുരു ഇല്ലല്ലോ ഭഗവാനെ. ഞങ്ങളുടെ ഗുരുമണ്ഡപങ്ങളിലല്ലേ ഇരിക്കണേ. ഈ ഗുരുമണ്ഡപങ്ങളിൽ നിന്ന് ഗുരുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റ്, അപ്പോ നമ്മുടെ കയ്യിലേക്ക് ഗുരുദേവന്റെ കൃതികൾ വരും.